ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് DGP ആണല്ലോ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊടുത്ത വ്യാജമൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണമെന്ന് നമ്മുടെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായ അധികാരി DGPയുടെ ശുപാർശ. തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ PV അൻവർ പറഞ്ഞതുപോലെയല്ല. ഞങ്ങൾ പറയുന്നത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒത്താശയോടുകൂടി ചെയ്തതാണെന്നുള്ള ആരോപണം പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വച്ചിട്ടുള്ള അന്വേഷണം ആണ് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം. കാരണം ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതും ഡിപ്പാർട്ട്മെന്റലായിട്ട് നടക്കുന്ന അന്വേഷണത്തിൽ വരുന്ന ശുപാർശ ഗവൺമെന്റ് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വളരെ സമയബന്ധിതമായ ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതെ, അതിപ്പോ നമ്മുടെ വിജിലൻസിന്റെ അന്വേഷണം കുറ്റമറ്റതല്ല, അത് പക്ഷപാതപരമാണ് എന്നുള്ള ആരോപണങ്ങളുടെ തുടർച്ചയാണിത്. ഇപ്പൊ KM എബ്രഹാം ഞങ്ങളെ UDF ഭരണകാലത്തും LDF ഭരണകാലത്തും പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ആളാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ചും ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു CBI അന്വേഷണത്തിന് അവർ ഈ വിജിലൻസ് അതിനകത്ത് വീഴ്ച വരുത്തി എന്ന് പറയുമ്പോൾ അതും അന്വേഷിക്കേണ്ടതാണ്. കാരണം വിജിലൻസിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. ഹോം സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വിജിലൻസിന്റെ കൂടി സാന്നിധ്യം വഹിച്ച ആളാണ്. അതുകൊണ്ട് AM എബ്രഹാം തീർച്ചയായിട്ടും ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അന്വേഷണം നേരിടണം. അതെ, അത് ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ടായി. ഇപ്പൊ KM എബ്രഹാം എന്ന അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥരാണ്. എല്ലാ ഗവൺമെന്റുകളെയും വളരെ നന്നായി സേവിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകിയതിനെ കുറിച്ച് അത് CBI അല്ലേ? CBI ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ആ സംശയം ദൂരീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യമായ അന്വേഷണം നടത്തണം. അത് KM എബ്രഹാമിനും കൂടി ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ സൽപ്പേരിനും ഒരു കളങ്കം ഉണ്ടാകാതിരിക്കാൻ അത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അതും നടത്തണം.